ഇൻഡിഗോ വിമാനത്തിന് വീണ്ടും ബോംബ് ഭീഷണി. ദിബ്രുഗഡ് കൊൽക്കത്ത വിമാനത്തിനാണ് ഭീഷണി. ശുചിമുറിക്കകത്ത് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നിലയിലായിരുന്നു ഭീഷണി സന്ദേശം. യാത്രക്കാരെ സുരക്ഷിതമായി ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. YS അഭിനന്ദ് ചേരുന്നു വിവരങ്ങളുമായി. YS അഭിനന്ദ്, ഇത് എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടത്? ആരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്? എങ്ങനെയായിരുന്നു പിന്നീടുണ്ടായ നീക്കങ്ങൾ? ഇന്ന് വൈകുന്നേരമാണ് ദിബ്രുഗഡിൽ നിന്നും കൊൽക്കത്തയിലേക്ക് സർവീസ് നടത്തുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ശ്രദ്ധയിൽപ്പെടുന്നത്. യാത്രക്കാരുടെ ശ്രദ്ധയിലാണ് പെടുന്നത്. ഈ ബോർഡിംഗ് പാസിന് ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 10 മിനിറ്റിന് മുമ്പാണ് ഈ ശുചിമുറിയിൽ ഇത്തരത്തിലേക്ക് ലിപ്സ്റ്റിക് കൊണ്ടെഴുതിയ നിലയിലേക്ക് ലിപ്സ്റ്റിക് കൊണ്ട് ചുവരിൽ എഴുതുകയായിരുന്നു. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയത്: ഈ ബോംബുണ്ട്, അല്പസമയത്തിന് തന്നെ യാത്രക്കാർ ഇവിടെ നിന്ന് മാറണമെന്ന സന്ദേശമാണ് ലിപ്സ്റ്റിക് കൊണ്ട് ചുവരിൽ എഴുതിയത്. അതിന് പിന്നാലെ വിമാനത്താവള അധികൃതർ കൃത്യമായി തന്നെ NIA ഉദ്യോഗസ്ഥരെ വരെ അറിയിച്ചു. NIA ഉദ്യോഗസ്ഥരുടൻ തന്നെ യാത്രക്കാരെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റുവാനായിട്ട് നിർദ്ദേശം നൽകി. ദിബ്രുഗഡിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. അവിടെ മറ്റ് സുരക്ഷാ പരിശോധനകളൊക്കെ തുടരുകയും ചെയ്യുകയാണ്. മറ്റൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. രാവിലെയും ഇന്നലെ സമാനമായൊരു സംഭവം ഉണ്ടായി. കൊൽക്കത്തയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്ന വിമാനത്തിലും ഇത്തരത്തിൽ ഇൻഡിഗോ വിമാനത്തിൽ തന്നെയാണ് ബോംബ് ഭീഷണി ഉയർന്നു. അതിനകത്ത് കടലാസിലായിരുന്നു ഇവിടെ ബോംബുണ്ട്, മാറി നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് നടത്തിയ പരിശോധന വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. എന്തായാലും ഇൻഡിഗോ വിമാനത്തിന് ഇന്ന് മാത്രം 2 ഭീഷണികളാണ് ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിൽ 2 ഭീഷണി. തമാശയാണോ എന്നൊക്കെയുള്ള ചോദ്യം DGC ചോദിക്കുന്നുണ്ട്. എന്നാലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് ഇൻഡിഗോ DGCയോട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഓക്കെ, സുരക്ഷാ പരിശോധനകളെല്ലാം കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുകയാണ്. 24 മണിക്കൂറിൽ ഇൻഡിഗോ വിമാനത്തിന് 2 സമാനമായ രീതിയിലുള്ള ബോംബ് ഭീഷണിയാണ് വന്നത്. രണ്ടും വ്യാജമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്.